സ്റ്റാക്കിൻ്റെ അകത്തുള്ള എക്സ്പ്രഷൻ കൺവേർഷൻ്റെ മൂന്നാമത്തെ എക്സാമ്പിളാണിത്. എ സ്റ്റാർ ബി പ്ലസ് സി. നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം ഓപ്പണിംഗ് പരാന്തീസ് വന്നു. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഞാൻ ചെയ്തു. രണ്ടാമത് എ വന്നു. എ എന്താണ് ചെയ്യേണ്ടത് നോക്കുന്നതിന് മുന്നേ ഞാൻ തൊട്ട് മുന്നേ എഴുതിയ സ്റ്റെപ്പ് താഴ്ത്തി എഴുതുന്നു. സോ സ്റ്റാക്കിൽ ഇപ്പോൾ ഉള്ളത് ഓപ്പണിംഗ് പരാന്തീസ് മാത്രമാണ്. ഇനി എ എന്ന് പറയുന്നത് ഒരു ഓപ്പറൻഡ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അതിനെ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. അതിനുശേഷം സ്റ്റാർ വന്നു. സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കേണ്ടത് സ്റ്റാക്ക് എം ടി ആണോ അതോ ഓപ്പണിംഗ് പരാന്തീസ് ആണോ ഉള്ളത്. യെസ്, ഓപ്പണിംഗ് പരാന്തീസ് ആണുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റാക്ക് എം ടി ആണെങ്കിലും സ്റ്റാക്കിൽ ലാസ്റ്റ് പുഷ് ചെയ്തത് ഓപ്പണിംഗ് പരാന്തീസ് ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, വന്ന ഇൻകമിങ് ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഞാൻ ചെയ്തു. അതിനുശേഷം ബി വന്നു. ബി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഔട്ട്പുട്ടിലേക്ക് എഴുതണം എന്നുള്ളതാണ്. ദെൻ പ്ലസ് വന്നു. പ്ലസ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്ത് വെച്ചു, തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചു. ഓക്കെ, പ്ലസ് വന്നു. പ്ലസ് വന്നപ്പോൾ സ്റ്റാക്ക് എം ടി ഒന്നും അല്ല. സ്റ്റാക്കിലേക്ക് ലാസ്റ്റ് പുഷ് ചെയ്തത് ഓപ്പണിംഗ് പരാന്തീസിസും അല്ല. ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ളത് സ്റ്റാറാണ് പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കി, സ്റ്റാറിനാണോ പ്ലസ്സിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി? സ്റ്റാറിനല്ലേ ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരാൾ സ്റ്റാക്കിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലസ്സിനെ സ്റ്റാക്കിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതാൻ പറ്റില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാക്കിലുള്ള സ്റ്റാറിനെ പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്തിട്ട് അതിനെ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാം, പ്ലസ്സിനെ പുഷ് ചെയ്യാം. ചെയ്തു. ഇനി സി വന്നു. സി വന്നപ്പോൾ ഞാൻ തൊട്ട് മുകളിലുള്ള എല്ലാ ആൾക്കാരെയും എടുത്ത് താഴ്ത്തി എഴുതി. സി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറൻ്റ് ആണ്. ഓപ്പറൻ്റ് വന്നു കഴിഞ്ഞാൽ പഠിച്ചത് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ കൊണ്ടുപോയിട്ട് എഴുതണം എന്നാണ്. സോ ഞാൻ കൊണ്ടുപോയിട്ട് എഴുതി. അതിനുശേഷം ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു. ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എപ്പോഴാണോ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കാണുന്നത് അതുവരെയുള്ള എല്ലാറ്റിനെയും പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. സോ എ ബി സി സ്റ്റാർ സി ഓൾറെഡി ഉണ്ടായിരുന്നു. പ്ലസ്സിനെ ഞാൻ പോപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് എഴുതി. ഇതാണ് എൻ്റെ ആൻസർ. എ ബി സ്റ്റാർ സി പ്ലസ്.